ചർച്ച ആലോചിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യുവമോർച്ച ഇത്രയും പെട്ടെന്ന് തന്നെ ഈ കളക്ടറേറ്റ് മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ വിഷയത്തിൽ യുവമോർച്ച എടുത്തിട്ടുള്ള നിലപാട് ഈ തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടം ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഭാരതീയ ജനതാ യുവമോർച്ച മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള അഡ്വക്കേറ്റ് KR ഹരിയെ സാദരം ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആരാധ്യനായ ജില്ലാ അധ്യക്ഷൻ P. ഗോപിനാഥ്, ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, PM ചന്ദ്രേട്ടൻ, യുവമോർച്ച സംസ്ഥാന സമിതി അംഗം ശ്രീ കണ്ണൻ ചേലകര, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബാബു വല്ലച്ചിറ, ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരത്തിൽ മാനേജ്മെന്റുകളുടെ ഭാഗത്തു നിന്ന് സർവ്വസാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനു വേണ്ടി അവരുടെ ഫീസ് നിരക്കുകൾ വെട്ടിക്കുറക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മാറി മാറി ഈ നാട്ടിലെ കൊള്ളക്കാരായ
കേസിലെ 3-ാം പ്രതി പിണറായി വിജയന്റെ ഗുണ്ടാക്കെലവിലാണ് ഭരിക്കുന്നത് എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. അതേ വാടായിക്കൽ രാമകൃഷ്ണന്റെ കേസിലെ 3-ാം പ്രതി കടാര വിജയൻ എന്ന പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുമ്പോ അദ്ദേഹം പ്രതിപതിരാഹാരം കടുക്കുന്ന പ്രതിപക്ഷ MLA-മാരോടെടുത്ത സ്റ്റാൻഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രതിപക്ഷ MLA-മാർ എന്ത് സ്റ്റാൻഡ് എടുത്താലും അതൊന്നും ഇവിടെ നടക്കില്ലടോ, പോയി പണി നോക്കടോ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ശൈലിയിൽ നിന്നും പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയുടെ തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കേരള ജനത മനസ്സിലാക്കുന്നത്.